ഇന്നാണ് ആ ദിവസം തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട്. അപ്പോൾ ഈ ഒരു ആനയൂട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക്, കാഴ്ചകളിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം 8 മണിയാണ്. ഞാൻ വല്ലാണ്ട് നേരത്തെ തന്നെ വരണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ രാവിലെ അങ്ങനെ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തും മഴ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട്. മഴയുടെ കാര്യമായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും മഴ പെയ്യും തന്നെ ഒരു പ്രതീക്ഷയുണ്ട്. കാര്യം അങ്ങനെയാണ് മൊത്തത്തിൽ കാലാവസ്ഥ ഇരിക്കുന്നത്. അപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത് എല്ലാ ആനകളും, അതായത് ലോറിയിൽ നിന്ന് ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു സമയത്ത്, കണ്ടില്ലേ എന്തോരം ഫോട്ടോഗ്രാഫേഴ്സും എന്തോരം പയ്യന്മാരുമാണെന്നറിയാം ഇത് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന. എല്ലാവർക്കും അറിയാം എവിടെ എപ്പോഴൊക്കെ ഏതൊക്കെ സമയത്ത് എവിടെയൊക്കെ നിൽക്കണം എന്നുള്ളത്. എന്തായാലും നമുക്ക് ഇനി ഇതിനുള്ളിലുള്ള കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത്. അപ്പം നമുക്ക് ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാണ് കേട്ടോ.
അങ്ങനെ ദേ എല്ലാവരും ഊട്ടിന് റെഡി ആയിട്ട് നിൽക്കുവാണ്. ശരിക്കും ഇവരുടെയൊക്കെ ക്ഷമ കെട്ട പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്നറിയോ, അതായത് ആനകളുടെ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. കാരണം ഇപ്പം നേരം ഒരുപാട് വൈകിട്ടുണ്ട്, പറഞ്ഞ സമയത്തേക്ക് കൂടുതൽ 10 മണി ആവാറായി. അപ്പം അതുകൊണ്ട് തന്നെ ഇവരാണെങ്കിൽ നേരത്തെ ഒക്കെ വീട്ടിൽ നിന്ന് പോന്നിട്ടുള്ളവരാണല്ലോ, ആനകളാണ്. അപ്പോൾ അവരാണെങ്കിൽ അവർക്കറിയാം ഇത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ സാവിത്രിയാണ് ഒരു ഗംഭീര സംഭവമായിട്ട് വന്നത്. എല്ലാവരുടെയും ശ്രദ്ധ. കാരണം ഇങ്ങനെ നമ്മുടെ തൃശ്ശൂർ, പ്രത്യേകിച്ച് കേരളത്തിൽ പതിവില്ലാത്തൊരു കാഴ്ചയാണ്. ഇതും പതിവില്ലാത്തൊരു കാഴ്ചയാണ്. കാരണം ഇത് ചളിയാണ് കേട്ടോ, അത്രയും ചെളി കെട്ടിയിട്ട് നല്ല മഴ നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി അധികം വൈകാതെ തന്നെ നമുക്ക് ഊട്ട് തുടങ്ങും എന്നുള്ള അനൗൺസ്മെൻ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്ഷേത്രം മേൽശാന്തി എത്തിക്കഴിഞ്ഞു. ക്ഷേത്രം മേൽശാന്തി ശ്രീദാസ് നാരായണ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഗുരുവായൂർ ലക്ഷ്മീമാനത്ത് ആദ്യ ഓർമ്മയിൽ ആനത്തുകാരനെയും അതിനുശേഷം നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ രാജൻ സാറോട് എത്തിയിട്ടുണ്ട്. ക്ഷമിക്കണം, ഗുരുവായൂർ ദേവി എന്ന ആൾക്കാണ് ആദ്യ ഓർമ്മ. ഗുരുവായൂർ ദേവിക്ക് ചെറിയ പൂജനർത്തി ക്ഷേത്ര മേൽശാന്തി ശ്രീദാസ് നാരായണനോട് ആദ്യ ഓർമ്മയിൽ അതിനുശേഷം കൊച്ചിൻ്റെ രാജൻ സാറോട് കൊച്ചിൻ്റെ പ്രസിഡന്റ് സുദർശൻ സാർ, മെമ്പർ മുരളീധരൻ സാർ, പ്രേംരാജ് ചൗധരി.
പൂട്ടൊക്കെ കഴിഞ്ഞു. നേരത്തെ അവർ പറഞ്ഞതുപോലെ നമ്മുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ട് ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം കേട്ടോ. ഒരുപാട് പേര് ഇപ്പോൾ ഇതിനോടൊക്കെ രാവിലെ മുതൽ വന്നപ്പം ഓരോരുത്തരും ഇങ്ങനെ കാണാറുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ തിരിച്ചറിയുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ്. കുറേ പേര് ഇപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങളെയൊന്നും കട്ട് ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മാക്സിമം എടുത്തിട്ടുള്ളതൊക്കെ അതേപടി തന്നെ ആനകളെ മാത്രമല്ല ആളുകളെയും ഉൾക്കൊള്ളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ കട്ട് ചെയ്യുന്നില്ല. കണ്ടില്ലേ, എല്ലാവരും നമ്മളെ അറിയുന്നവരാണ് കുറേ പേര്. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. ഇപ്പോൾ ദേ വീണ്ടും നല്ല മഴ തുടങ്ങി. ആ ഊട്ടിൻ്റെ സമയത്ത്, അതായത് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് മാത്രം വലിയൊരു മഴ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ എടുക്കാൻ പറ്റി. നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് കാണുന്നവർ മീൻസ് അല്ലെങ്കിൽ ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വരാത്തവർക്കൊക്കെ ഇതൊരു നല്ലൊരു കാഴ്ച തന്നെയാണല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കോട്ടൊക്കെ ഇട്ട് വന്നാൽ മതിയായിരുന്നു. കൂടുതൽ ആനപ്പാപ്പാന്മാരും അല്ലെങ്കിൽ ഈ കാണാൻ വന്നിട്ടുള്ള എല്ലാവരും മഴക്കോട്ടിലാണ്. സാധാരണ ഇങ്ങനെ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടി നടക്കുമ്പോൾ കോട്ടിലൊന്നും ഇങ്ങനെ ആളുകൾ വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറില്ല. പക്ഷെ ഇത്തവണ അങ്ങനെയാണ്. എന്തായാലും അങ്ങനെ വന്നിട്ടുള്ളവർക്ക് വലിയ കുഴപ്പമില്ല. ഞാൻ ഒക്കെ ഫുൾ നനഞ്ഞു. അത്രയും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്. എന്നാലും മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയും ആനയൂട്ടിന് വരാത്ത പല ജില്ലകളിൽ നിന്നുള്ള ആനകൾ വന്നിട്ടുണ്ട്. തിരുവനന്തപുരം, കണ്ണൂരും അങ്ങനെ ഇതുവരെയും പങ്കെടുക്കാത്തവരൊക്കെ വന്നു എന്നുള്ളത് ഈ ഒരു ആനയൂട്ടിൻ്റെ, പ്രത്യേകിച്ച് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ആനയൂട്ടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് അല്ലേ. എല്ലാവരും ഇപ്പോൾ തൃശ്ശൂർ പൂരം പോലെ, തെക്കേ ഗോപുര നട തുറക്കുന്ന ചടങ്ങ് പോലെ ഇത് വലിയൊരു പൂരമായിക്കൊണ്ടിരിക്കുകയാണ്. കർക്കിടക മാസം, ഈ രാമായണ മാസം ആരംഭം ഈ ഒരു ക്ഷേത്രത്തിലെ ആനയൂട്ട്. അപ്പം എന്തായാലും ഇത് കാണാനും ഞാൻ കുറച്ച് പേരൊക്കെ ഇതിനിടയിലൊക്കെ ഇങ്ങനെ പരിചയപ്പെട്ടു. എവിടുന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചു. ഒരാൾ കോഴിക്കോട്, ഒരാൾ വയനാട്, കണ്ണൂർ, അങ്ങനെ പല പല ജില്ലകളിൽ നിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരു വലിയ സന്തോഷം. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണല്ലോ. പക്ഷെ മഴയും കൂടെ കുറച്ചൊന്ന് മാറി നിന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസമായേനെ. അപ്പം ഈ ആനകളെല്ലാം ഊട്ട് കഴിഞ്ഞ് ഇവിടുന്ന് കിഴക്കേ ഗോപുര നട വഴിയാണ് പുറത്തേക്ക് വരിക കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുമാണ്. കാരണം ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, ഒരു തവണയെങ്കിലും ആനയൂട്ടിന് പങ്കെടുത്തവർക്ക് അറിയാം, അതിരാവിലെ വന്നു കഴിഞ്ഞാൽ എവിടെ നിൽക്കണം, തിരിച്ച് ആനയൂട്ട് കഴിഞ്ഞ് പോകുമ്പോൾ ആനയെ കാണാനായിട്ട് എവിടെ നിൽക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാം. അറിയാത്തവർക്കും കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആനയൂട്ട് കഴിഞ്ഞാൽ നേരെ പിന്നെ എല്ലാവരും കിഴക്കേ ഗോപുര നട വഴി പുറത്തേക്കാണ് പോവുക. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഗോപുരത്തിൻ്റെ അവിടെയാണ് സാധാരണ നമ്മൾ നിൽക്കാറ്. പക്ഷേ ഇത്തവണ അവിടെ നിൽക്കാനായിട്ട് നല്ല തിരക്ക്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിന്നിട്ട് മാക്സിമം എടുക്കാൻ പറ്റുന്നതൊക്കെ എടുക്കുകയാണ് കേട്ടോ.
ഇത് രാവിലെ വന്നപ്പോൾ നല്ല പച്ച പുല്ലായിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പക്ഷെ ഇപ്പം നേരെ ഈ പാടമൊക്കെ എന്താ പറയുക, ഇങ്ങനെ എന്തായാലും പറയുക, അത് തന്നെ മനസ്സിലായില്ലേ, അതുപോലെ ഇരിക്കുന്നുണ്ട്, അത്രയും ചെളി കെട്ടിയിട്ട്. അങ്ങനെ ഈ വർഷത്തെ ആനയൂട്ട് മഴയിൽ ഊട്ട് നടത്തി എന്ന് പറയാം. നല്ല തിരക്കുണ്ട്, പതിവിൽ കൂടുതൽ ആനകളും ഉണ്ടായിരുന്നു, നല്ല തിരക്കുണ്ട്. ഇപ്പൊക്കെ മഴ മാറി നല്ല വെയിൽ വരുന്നുണ്ട്. അപ്പം എന്തായാലും കുറച്ച് രീതിയിലൊക്കെയാണ് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയുള്ളൂ, കാരണം അറിയാമല്ലോ അങ്ങനെ മഴയായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എന്താ പറയുക, നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കുക. ശരിക്കും ആനയൂട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്കത് വരാനും അല്ലെങ്കിൽ കാണാനും ഒക്കെ പറ്റാത്തവരൊക്കെ ഉണ്ടാവും. അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്ന സന്തോഷമാണല്ലോ. പിന്നെ നമ്മളുടെ ചാനലിലൂടെ നമ്മളുടെ പരിപാടി കാണുന്ന ഒത്തിരി പേര് ഇങ്ങനെ കാണാറുണ്ട്. കൊല്ലം, വയനാട്, കോഴിക്കോട് അങ്ങനെയുള്ള പല ജില്ലകളിൽ നിന്നും കാണാൻ വന്നിട്ടുണ്ട്. എല്ലാവരോടും ഒരുപാട് സ്നേഹം, സന്തോഷം. നമ്മളുടെ കൂടെ എന്താ പറയുക, എൻ്റെ എന്താ പറയുക, അതെ മേക്കപ്പ് മാനായിട്ട് കോടൊക്കെ പിടിച്ച് സഹായിച്ചെന്ന ചേട്ടനും ഒരുപാട് താങ്ക് യു.